ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്ട്രാബെറിയുടെ തന്നെ ഒരു ബാഗാണ്, അതിൻ്റെ ഫീച്ചേഴ്സാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോണത്. എൻ്റെ മുമ്പത്തെ രണ്ട് വീഡിയോയിലായിട്ട് വേറെ രണ്ട് സ്ട്രാബെറിയുടെ തന്നെ രണ്ട് ബാഗുകൾ കാണിച്ചിരുന്നു. പക്ഷേ ഇത് മറ്റേതിനേക്കാൾ കുറച്ച് ഡിസൈൻ ഡിഫറൻസ് ആയിട്ടുള്ള ഒരു ബാഗാണ്. ഇത് നാനോ സൈസിലുള്ളതാണ്. നാനോ സൈസ് ഇപ്പോൾ കുറേ കൂടുതലായിട്ട് ആളുകൾ യൂസ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ വളരെ മിനിമം കാര്യങ്ങൾ നമുക്ക് കൊണ്ടുപോകേണ്ടതാണെങ്കിൽ ഒരു ഫോണോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പേഴ്സോ മാത്രമായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ നാനോ സൈസ് ബാഗ് വളരെ നല്ലതാണ്. ഞാൻ സാധാരണ ക്യാരി ചെയ്യാറുള്ള ഒരു ബാഗിൻ്റെ സൈസ് പോലെ ഒരു നാനോ സൈസാണ് ഞാൻ ക്യാരി ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊരു സ്ട്രാബെറിയുടെ ഒരു ഇതുണ്ട്. പിന്നെ ഒരു നല്ല പാക്കിങ്ങിലൊക്കെയാണ് അവർ തരുന്നത്. മാറ്റുകയാണെങ്കിൽ ഒരു ഡസ്റ്റ് ബാഗെന്നോ ഓർ ജസ്റ്റ് പ്രൊട്ടക്റ്റീവ് ബാഗ് എന്നൊക്കെ നമുക്ക് പറയാം. ഒരു ഡബിൾ ലെയർ ആയിട്ടുള്ള ഒരു തിക്ക് ഇതിൻ്റെ ബാഗുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സൈസ് കാണാം. ഇത് വളരെ ചെറിയ ഒരു സൈസാണ്. നമ്മളിങ്ങനെ കൈ പിടിക്കുകയാണെങ്കിൽ ഈ കയ്യിലിങ്ങനെ കൊള്ളാവുന്ന ഒരു സൈസ് ഈ ബാഗിനുള്ളൂ. അതുപോലെ ആ മ്യൂസിക്കലായിട്ടുള്ള അവരുടെ ഒരു ക്ലോഷറിൻ്റെ അത് അവരുടെ ഈ സ്ട്രാബെറി ബാഗിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ ഒരു മ്യൂസിക്കലായിട്ടുള്ള ഒരു ക്ലോഷറാണ് അതിനുണ്ടാവുക. അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതൊരു ഡീറ്റെയിലിംഗ് ആണ്. അതിന് ഒരു മാഗ്നറ്റിക് ആയിട്ടുള്ള ക്ലോസറുണ്ട്. പിന്നെ അത് ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് അത് അവർ വെച്ചിരിക്കുന്നു. ഇത് ടോപ്പ് ഹാൻഡിൽ ബാഗാണ്. നമുക്ക് ഇങ്ങനെ ക്യാരി ചെയ്ത് പോവാം. ഇനി അതല്ലാതെ അതിന് ഒരു സ്ട്രാപ്പും ഉണ്ട്. സ്ട്രാപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്രോസ് ബോഡി ആയിട്ടോ നമുക്കിവിടെ അഡ്ജസ്റ്റിംഗ് ആക്കാം. പിന്നെ അതിപ്പോൾ നമ്മൾ തുറക്കുകയാണെങ്കിൽ തോന്നുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവേണ്ടതാണ്. പ്രോബബ്ലി ഇവിടെ ആയിരിക്കും എനിക്ക് തോന്നുന്നത് നമുക്കിതിന്. ഞാനിതങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇത് അറ്റാച്ച് ചെയ്തിട്ട് അതൊരു ക്രോസ് ബോഡി ഓർ സൈസ് കുറഞ്ഞിട്ട് നമുക്ക് തോളിലിടുന്ന ഒരു ബാഗ് പോലെയും വേണമെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. നമുക്കത് ഇങ്ങനെ വേണമെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഇപ്പോൾ ഈ നാനോ സൈസിലുള്ള ബാഗ് വാങ്ങുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, അതിൽ കാര്യമായിട്ടൊന്നും കൊള്ളില്ല. ഒരു ചെറിയ ഒരു 3 കാർഡ് ഹോൾഡറോ പിന്നെ നമ്മുടെ ഒരു സാധാരണ ഒരു ഐഫോണൊക്കെ അതിൽ കൊള്ളും. അല്ലാതെ വലിയ കാര്യങ്ങളായിട്ട് പിന്നെ ഒരു കീയോ അങ്ങനെ എന്തെങ്കിലും മാത്രം കൊള്ളുന്ന ഒരു ബാഗാണ്. പക്ഷേ നമുക്കിത് വളരെ ഈസിലി ക്യാരി ചെയ്യാനായിട്ട് ഒരു കുഞ്ഞൊരു പേഴ്സ് പോലെ ക്യാരി ചെയ്യാം. ഇനി അതുപോലെ തന്നെ നമുക്ക് കൈ ഫ്രീ ആക്കണമെങ്കിൽ ഈ സ്ട്രാപ്പുള്ള കാരണം അത് തോളിലിടുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ അത് ഹെൽപ്ഫുള്ളായിരിക്കും. മറ്റ് സ്ട്രാബെറി ബാഗ് ഞാൻ കാണിച്ചതിൽ അതിന് ഫീറ്റ് ഉണ്ടായിരുന്നു. ഇതിനും ഫീറ്റ് ഉണ്ട്. പക്ഷേ ഇതൊരു ലെതർ ഫീറ്റാണ് ഉള്ളത് ഇതിന്. ഇപ്പോൾ മറ്റേതിനാണെങ്കിൽ കുറച്ചും കൂടി ഒരു മെറ്റലായിട്ടുള്ള ഒരു 4 ഫീറ്റാണ് ഉണ്ടായിരുന്നത്. ഇത് ലെതർ ഫീറ്റാണ്. കുറച്ച് പ്രൊട്ടക്ഷൻ കിട്ടും. പക്ഷേ എനിക്ക് തോന്നുന്നത് മെറ്റൽ ഉള്ള ഫീറ്റാണ് കുറച്ചും കൂടി നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. പിന്നെ ഈ സ്ട്രാബെറി ബാഗുകൾ എങ്ങനെയാണ് കുറച്ചും കൂടി ഫേമസ് ആയതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ റോയൽറ്റി അങ്ങനത്തെ ആളുകളും പിന്നെ ചില എനിക്ക് തോന്നുന്ന മൂവി സ്റ്റാർസൊക്കെ അത് യൂസ് ചെയ്യുന്ന ഒരു ബാഗ് ആയതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ ഫേമസ് ആയി വന്ന ഒരു ബാഗാണിത്. ഒരു എൻട്രി ഒരു മിഡ് ലക്ഷറി ബ്രാൻഡ് എന്ന് പറയാം. ഒരു അറൗണ്ട് $500 ഒരു $800 ഇടയിലായിട്ടാണ് മിക്കവാറും ബാഗുകൾ ഉള്ളത്. പിന്നെ ചില സമയത്ത് പ്രൊമോഷനോ സെയിലോ ഒക്കെ വരികയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഡിസ്കൗണ്ടായി കിട്ടും. പിന്നെ ഇത് തുറക്കുകയാണെങ്കിൽ അവരുടെ ഒരു ലോഗോ ഇവിടെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു ക്ലോഷർ. പിന്നെ ഇത് ഹാൻഡ് മെയ്ഡായിട്ട് സ്പെയിനിലെ ഹാൻഡ് ക്രാഫ്റ്റഡ് ബാഗുകളാണ്. അപ്പോൾ അതിന് ഈ ഹാൻഡ് ക്രാഫ്റ്റഡ് ബാഗുകൾ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി പൊതുവെ മറ്റ് സാധാരണ ബാഗുകളേക്കാൾ എക്സ്പെൻസീവ് ആയിരിക്കും. നമ്മൾ വിചാരിക്കുന്നത് ഇത് കുറച്ചും കൂടി ഡ്യൂറബിളും ആയിരിക്കും ഇഫ് പ്രോപ്പറായിട്ട് കെയർ എടുക്കുകയാണെങ്കിൽ. ഇത് തുറന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് ആ മാഗ്നറ്റിക് ക്ലോസറിൻ്റെ ഇത്. പിന്നെ ഒരു പോക്കറ്റ് ഉണ്ട് ഇതിന് അവരുടെ ലോഗോ ആയിട്ട്. പിന്നെ ഉള്ളിലൊരു നൈസ് ഒരു ലൈനിങ് ആയിട്ട് അതിന് കൊടുത്തിട്ടുണ്ട്.
അപ്പം ഇത്രയേ ഉള്ളൂ ഇതിൽ പറയാനുള്ളത്. മുമ്പത്തെ സ്ട്രാസ്ബെറി ബാഗുകൾ കഴിഞ്ഞ് ഈ ബാഗാണ് ഞാൻ ആദ്യം വാങ്ങിയത്. അപ്പോൾ ഇതൊരു നാനോ സൈസ് സാധനം നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ പിന്നീട് വാങ്ങിയ ബാഗുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുള്ളതാണ്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു നാനോ സൈസ് ബാഗാണ്. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള നേരത്തെ പറഞ്ഞ മിനി സൈസ് ബാഗാണ് ഈ വൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സൈസ് നാനോയും മിനിയുടെയും സൈസ് നോക്കുകയാണെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടി വലുതാണ് ഈ മിനി സൈസ് ബാഗ്. അപ്പം ഇത് നാനോ, ഇത് മിനി, പിന്നെ ഇത് മിഡി സൈസായിട്ടുള്ള സ്ട്രാസ്ബെറിയുടെ തന്നെ ക്ലാസിക് ബാഗ്. അപ്പം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ തന്നെ ഒരു മിനി വേർഷൻ ആണെന്ന് തോന്നുന്നു. ഈ കേറ്റ് മിഡിൽട്ടൺ ഒക്കെ യൂസ് ചെയ്തതായിട്ട് ഫേമസ് ആയിട്ട് എവിടെയാണ് ഞാൻ കണ്ടിരുന്നത്. അപ്പം അങ്ങനെ ഇത് മേഗൻ മാർക്കിൾ ഇങ്ങനത്തെ ഒരു സ്റ്റൈലുള്ള ബാഗുകളായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഫേമസ് ആയി വന്ന ഒരു ബാഗാണിത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഇപ്പം നമ്മൾ ഹെർമസും ഒക്കെ അങ്ങനത്തെ നോക്കാൻ പോവുകയാണെങ്കിൽ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. ഇപ്പോൾ കമ്പയർ ടു ദാറ്റ് ഇത് നമുക്ക് ഒരുവിധം ആളുകൾക്കൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ബാഗുകളാണ്. ഇനി ഈ മുമ്പത്തെ ഈ ബാഗുകളുടെ ഒരു ഫീച്ചറോ റിവ്യൂ ഒക്കെ പോലെ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഒരു എപ്പിസോഡ് വരുന്ന വരെ